Hi students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അതിൻ്റെ തിയറം പഠിച്ചിരുന്നു, തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൂഫ് പഠിച്ചിരുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് ഇസ് എ സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതായത് x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതിന് സെയിം വിത്ത് ദ സെയിം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിലും അതിന് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കും. മീൻ എന്ന് പറയുന്നത് മ്യൂ ആയിരിക്കും. സെയിം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് എന്താണ്? വേരിയൻസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർഡ് ആണെങ്കിൽ ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമ്മൾ എന്ത് തെളിയിക്കണം? തെളിയിക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. തെളിയിക്കേണ്ടതാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n. മോഡുലസ് ക്ലോസ് ചെയ്തത് മൈനസ് മ്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അതിൻ്റെ പ്രോബബിലിറ്റിയുടെ വാല്യൂ എത്രയാണെന്ന് തെളിയിക്കണം? 0 ആണ് തെളിയിക്കണം. മനസ്സിലായോ? അതായത് ഒന്നുകൂടെ ഞാൻ പറയാം. എന്താണ് x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണ് വിത്ത് ദ സെയിം ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ മീൻ മ്യൂ ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. എന്താ തെളിയിക്കേണ്ടത്? ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ തെളിയിക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണെന്ന് തെളിയിക്കണം? ഈക്വൽ ടു 0 എന്ന് തെളിയിക്കണം. ഓക്കെ, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പം x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ലെറ്റ് Sn ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്നെടുക്കാം. Sn എന്നെടുക്കാം. x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് പറയുന്നതിന് Sn ആയിട്ട് എടുക്കാം. mn എന്ന് പറയുന്നത് എന്താണ്? mn ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് Sn ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് Sn എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് xn വരും. എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് xn വരും. ഓരോ എക്സ്പെക്ടേഷൻ ഓഫ് xnൻ്റെ വാല്യൂ മ്യൂ ആണ്. അങ്ങനെ എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ് ഉണ്ടെങ്കിൽ n മ്യൂ വരും. ഓക്കെ, അപ്പം mn ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? n മ്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് mn ഇസ് ഈക്വൽ ടു n മ്യൂ ആണെങ്കിൽ mn ഇസ് ഈക്വൽ ടു എന്തായിട്ട്? n മ്യൂ കിട്ടി. അപ്പം അതിൽ നിന്നും മീൻ മ്യൂ നമുക്ക് എന്ത് വരും? അതിൽ നിന്ന് മ്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? mn ബൈ n വരും. ഓക്കെ, മ്യൂ ഇസ് ഈക്വൽ ടു എന്തൊരു mn ബൈ n വരും. ഓക്കെ, ഇനി ഈ x1, x2, എക്സെട്ര xn ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് bn എങ്ങനെ എഴുതാൻ സാധിക്കും? bn ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആയിരിക്കും. വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ i ഇസ് ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് xi ആയിരിക്കും. സിഗ്മ i ഇസ് ഈക്വൽ ടു 1 to വേരിയൻസ് ഓഫ് xi ആണ്. ഓരോ xiകളുടെയും വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ സ്ക്വയർഡ് ആണ്. അപ്പോൾ സിഗ്മ i ഇസ് ഈക്വൽ ടു 1 to n. സിഗ്മ i ഇസ് ഈക്വൽ ടു 1 to n സിഗ്മ സ്ക്വയർഡ് ആണ്. അപ്പം n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം? n സിഗ്മ സ്ക്വയർഡ് എന്ന് എഴുതാം. ആ n സിഗ്മ സ്ക്വയർഡിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് bn എന്ത് കിട്ടി? bn ഇസ് ഈക്വൽ ടു n സിഗ്മ സ്ക്വയർഡ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നെടുക്കാം. ഇത് രണ്ടും ഏതനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൂഫിനകത്ത് നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം പഠിക്കുന്നതാണ്. Snനെ നമ്മൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്നെടുക്കുന്നു. അതേപോലെ mn ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് Sn ആണ്. അതിനെ നമ്മൾ n മ്യൂ എടുക്കുന്നു. അപ്പം mn ഇസ് ഈക്വൽ ടു n മ്യൂ ആണെങ്കിൽ അതിൽ നിന്ന് മ്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു? mn ബൈ n വരുന്നു. bnൻ്റെ കണ്ടീഷൻ എന്താ? bn ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആണ്.
അപ്പം ബി എന്നിൻ്റെ വാല്യൂ നമുക്ക് എൻ സിഗ്മ സ്ക്വയർഡ് വരുന്നു. അത് ലെസ് ദാൻ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം ബി എൻ ഇസ് ഈക്വൽ ടു എൻ സിഗ്മ സ്ക്വയർഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എന്താണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ബി എൻ ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി എൻ ബൈ എൻ സ്ക്വയർഡിനെ അപ്പം നമുക്ക് എന്ത് എഴുതാം? ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു എൻ സിഗ്മ സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർഡ് ആയിരിക്കും. താഴെ നിന്ന് മുകളിൽ നിന്ന് ഓരോ എൻ ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എന്ത് വരും? സിഗ്മ സ്ക്വയർഡ് ബൈ എൻ വരും. അപ്പം നമുക്ക് ബി എൻ ബൈ എൻ സ്ക്വയർഡിൻ്റെ വാല്യൂ എന്ത് കിട്ടി? ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർഡ് ബൈ എൻ വരുന്നു. അപ്പം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് വരും? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡിൻ്റെ വാല്യൂ കാണുന്നു. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ സ്ക്വയർഡ് ബൈ എൻ വരുന്നു. ഓക്കെ, അപ്പം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് ഇത് ശരിക്കും എന്തായിട്ട് മാറും? 1 ബൈ ഇൻഫിനിറ്റി അല്ലേ വരുന്നത്? അപ്പം 1 ബൈ ഇൻഫിനിറ്റി ആകുമ്പോൾ എന്തൊരു ആൻസർ? 0 വരും. ഓക്കെ, അപ്പം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ സ്ക്വയർഡ് ബൈ എന്നിൻ്റെ വാല്യൂ 0 ആണ്. അവിടെ സിഗ്മ അപ്പം എന്തായിരിക്കും? ആ സിഗ്മ ഈസ് ഫൈനൈറ്റ്. അതിൻ്റെ വാല്യൂ 0 വരുമ്പോൾ സിഗ്മ എന്താണ്? ആ സിഗ്മ ഈസ് ഫൈനൈറ്റ്. സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടീഷൻ കിട്ടുക? അപ്പം ദെയർഫോർ നമുക്ക് പറയാം എന്ത് പറയാം? ബി എൻ ബൈ എൻ സ്ക്വയർഡ് എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം നമ്മുടെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. എന്തൊക്കെയാണ്? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് എം എന്നിൻ്റെ മ്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എം എൻ ബൈ എൻ കിട്ടി അല്ലേ? അതായത് എം എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ മ്യൂ കിട്ടി. അതുപോലെ ബി എൻ ബൈ എൻ സ്ക്വയർഡിൻ്റെ വാല്യൂ എന്ത് കിട്ടി? ടെൻസ് ടു 0 കിട്ടി ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ച് നമുക്ക് എന്തോരം നമ്മുടെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ച് നമ്മൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ബൈ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ചിട്ട് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഇതാണ് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഓക്കെ, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എന്താണ്? മോഡുലസ് ഓഫ് എസ് എൻ ബൈ എൻ മൈനസ് എം എൻ ബൈ എൻ. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എസ് എൻ ബൈ എൻ മൈനസ് എം എൻ ബൈ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെൻസ് ടു 0 ആയിരിക്കും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നു. അവിടെ കണ്ടീഷൻ എന്താണ്? പ്രൊവൈഡഡ് ബി എൻ ബൈ എൻ സ്ക്വയർഡ് ടെൻസ് ടു 0 ആയിരിക്കും. പ്രൊവൈഡഡ് ബി എൻ ബൈ എൻ സ്ക്വയർഡ് ടെൻസ് ടു 0 ആണ്. അപ്പം നമുക്കിവിടെ ഏത് കണ്ടീഷൻ വന്നു? ബി എൻ ബൈ എൻ സ്ക്വയർഡ് എന്ന് പറയുന്ന വാല്യൂ ടെൻസ് ടു 0 ആണെന്ന് നമ്മുടെ കണ്ടീഷൻ കിട്ടി. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ബി എൻ ബൈ എൻ സ്ക്വയർഡിൻ്റെ വാല്യൂ നമുക്ക് 0 ആണെന്ന് കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ച് എസ് എൻ ബൈ എൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എസ് എന്നിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? മോഡുലസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്രാ പ്ലസ് xn ബൈ n ആണ്. by x1 plus x2 plus etc by x1 plus x2 plus etc plus xn divided by n. Sn ന്റെ വാല്യൂ x1 plus x2 plus etc plus xn ആണ്. അതേ ഡിവൈഡഡ് ബൈ n മൈനസ് mn by n ന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. mn by n ന്റെ വാല്യൂ നമുക്ക് മ്യൂ കിട്ടി. ഓക്കെ, മൈനസ് മ്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് മ്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആകുമ്പോൾ ടെൻസ് ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു 0 എന്നത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞത്. കണ്ടല്ലോ? അപ്പം ഇതല്ലേ തെളിയിക്കാൻ പറഞ്ഞത്? ഇതാണ് തെളിയിക്കാൻ പറഞ്ഞത്. നമ്മൾ തെളിയിച്ചു. മനസ്സിലായോ? എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ? എസ് എന്നിനെ നമ്മൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്രാ പ്ലസ് xn എന്ന് എഴുതി. അതിൽ നിന്ന് mn-ന്റെ വാല്യൂ കണ്ടുപിടിച്ചു, bn കണ്ടുപിടിച്ചു. bn ബൈ n സ്ക്വയർഡ് ടെൻസ് ടു 0 ആണ്. ആ n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെന്ന് കണ്ടു. അവിടെ സിഗ്മ ഫൈനൈറ്റ് ആണെന്ന് കണ്ടു. അപ്പം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഈ പ്രോബബിലിറ്റി ഓഫ് മോഡ് Sn ബൈ n മൈനസ് mn ബൈ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 0 ആയിരിക്കും. ആ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി. Sn-ന് പകരം നമ്മൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്രാ പ്ലസ് xn ബൈ n കൊടുത്തു, മൈനസ് mn ബൈ n-ന് വരെ നമ്മൾ മ്യൂ കൊടുത്തു. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞ് ഈക്വൽ ടു 0 കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് xi ഈസ് എ റാൻഡം വേരിയബിൾ. xi എന്ന് പറയുന്നത് എന്താണ്? റാൻഡം വേരിയബിൾ ആണ്. നോക്കിയാട്ടെ, xi റാൻഡം വേരിയബിൾ ആണ് വിച്ച് അസ്യൂംസ് വാല്യൂസ് i ആൻഡ് മൈനസ് i വിത്ത് ഈക്വൽ പ്രോബബിലിറ്റീസ് ആയിരിക്കും. അതായത് xi ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ ആ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് iയും വരും മൈനസ് iയും വരും. എപ്പോൾ? ഈക്വൽ പ്രോബബിലിറ്റീസ് ആണെങ്കിൽ. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഷോ ദാറ്റ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറയുന്നത്
cannot be applied to the sequence x1 s2 etc xn x1 s2 etc xn എന്ന് പറയുന്ന സീക്വൻസിനകത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് തെളിയിക്കണം. ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻസ് അനുസരിച്ച് XI എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്, റാൻഡം വേരിയബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ആ XI എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീസ് എന്താണ്, ഈക്വൽ വാല്യൂസ്. അത് വാല്യൂസ് ഐയും -i ആകുമ്പോഴും ഈക്വൽ പ്രോബബിലിറ്റി ആണെന്ന് നമുക്ക് പറയാം. അതായത് പ്രോബബിലിറ്റി ഓഫ് XIയുടെ പ്രോബബിലിറ്റി I ആയിരിക്കും. അതേപോലെ XIയുടെ പ്രോബബിലിറ്റി എന്തും വരും, -i വരും. XIയുടെ പ്രോബബിലിറ്റി ഐയും XIയുടെ പ്രോബബിലിറ്റി -i ആയിരിക്കും. അതായത് ഐയും -iയും വരുമ്പോൾ XIയുടെ പ്രോബബിലിറ്റി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് XI ഈക്വൽ ടു I ആകുമ്പോഴും പ്രോബബിലിറ്റി ഓഫ് XI ഈക്വൽ ടു -i ആകുമ്പോഴും പ്രോബബിലിറ്റി എന്താണ്, സെയിം ആണ്. പ്രോബബിലിറ്റിയുടെ വാല്യൂ നമുക്ക് എത്ര ഇടും, ഈക്വൽ ടു 1/2 കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് XI എന്തൊരു, എക്സ്പെക്ടേഷൻ ഓഫ് XI ഇസ് ഈക്വൽ ടു എന്താണ്, പ്രോബബിലിറ്റി ഓഫ് I ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അതുപോലെ -i ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റിയും എത്ര തന്നെ, 1/2 ആണ്. I ആകുമ്പോഴും 1/2, -i ആകുമ്പോഴും പ്രോബബിലിറ്റി എത്ര വരും, 1/2 വരും. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് XI എത്ര വരും, എക്സ്പെക്ടേഷൻ ഓഫ് XI ഈക്വൽ ടു സിഗ്മ XI ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, I ആകുമ്പോൾ ഉള്ള XIയുടെ വില I ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി 1/2 പ്ലസ് XIയുടെ വില -i ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊരു, ദാറ്റ് ഈസ് ഈക്വൽ ടു I/2 വരും, -i/2 വരും. I/2 -i/2 ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് XI ഈക്വൽ ടു 0 വന്നു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വേരിയൻസ് ഓഫ് XI ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം വേരിയൻസ് ഓഫ് XI നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് XI ഈക്വൽ ടു എങ്ങനെയാണ്, വേരിയൻസ് ഓഫ് XI കാണണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സ്പെക്ടേഷൻ ഓഫ് XIയുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് XIയുടെ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, സിഗ്മ XI സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പം XIയുടെ ആദ്യത്തെ വാല്യൂ I അല്ലേ, അപ്പം I സ്ക്വയർഡ് വരും. ഓക്കെ, I സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതിൻ്റെ പ്രോബബിലിറ്റി 1/2 വരും. പ്ലസ് XIയുടെ രണ്ടാമത്തെ വാല്യൂ -i ആണ്, -iയുടെ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/2 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I സ്ക്വയർഡ് ബൈ 2 വരും, പ്ലസ് I സ്ക്വയർഡ് ബൈ 2 വരും. അപ്പോൾ 2 ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 2I സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ 2 വരും. 2 × ക്യാൻസൽ ആയിട്ട് ആൻസർ എത്ര, I സ്ക്വയർഡ് വരും. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് I സ്ക്വയർഡ് ഈക്വൽ ടു എത്ര, I സ്ക്വയർഡ് വരും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് XI എന്തൊരു, വേരിയൻസ് ഓഫ് XI ഈക്വൽ ടു എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് XIയുടെ സ്ക്വയർ മൈനസ് എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് XI ദ ഹോൾ സ്ക്വയർഡ് വരും. എക്സ്പെക്ടേഷൻ ഓഫ് XIയുടെ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് XI ദ ഹോൾ സ്ക്വയർഡ് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I സ്ക്വയർഡ് -0 വരും. I സ്ക്വയർഡ് -0 ഈക്വൽ ടു I സ്ക്വയർഡ് വരും. അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് XI ഈക്വൽ ടു I സ്ക്വയർഡ് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, BN കാണണം അല്ലേ. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അടുത്താണ് BN കാണാം. BN ഇസ് ഈക്വൽ ടു എന്താണ്, BN ഇസ് ഈക്വൽ ടു ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ച് BN ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് XI നമുക്ക് എത്ര എടുത്തത്, I സ്ക്വയർഡ് അല്ലേ. അതായത് സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to n I സ്ക്വയർഡ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to n I സ്ക്വയർഡ് ആണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു Iക്ക് 1 മുതൽ n വരെയുള്ള വില കൊടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർഡ് പ്ലസ് 2 സ്ക്വയർഡ് പ്ലസ് 3 സ്ക്വയർഡ് പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർഡ് ആണ് BN എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ n × n+1 × 2n+1/6 ആണ്. n × n+1 × 2n+1/6 ആണ് BN എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ BN/n സ്ക്വയർഡ് എന്ത് വരും, BN/n സ്ക്വയർഡ് ഈക്വൽ ടു n × n+1 × 2n+1 എന്ത് വരും, 6n സ്ക്വയർഡ് വരും. n × n+1 × 2n+1/6n സ്ക്വയർഡ് വരും. താഴെ നിന്ന് മുകളിൽ നിന്ന് ഓരോ n ക്യാൻസൽ ആയിപ്പോൾ ബാക്കി എന്ത് വരും, ബാക്കി n+1 × 2n+1 ഡിവൈഡഡ് ബൈ 6n വരും. ഓക്കെ, n+1 × 2n+1 ഡിവൈഡഡ് ബൈ 6n വരും. ഓക്കെ, അപ്പം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി BN/n സ്ക്വയർഡിൻ്റെ വാല്യൂ തരും. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി BN/n സ്ക്വയർഡ് ഈക്വൽ ടു എന്താണ്,
ബി എൻ ബൈ എൻ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയറിൻ്റെ വാല്യൂ n+1 ഇൻറ്റു ബ്രാക്കറ്റിൽ 2n+1 ഡിവൈഡഡ് ബൈ n ആണ് അല്ലേ. നമുക്ക് താഴത്തെ n എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മുകളിൽ 2n ആണുള്ളത്, താഴെ 1n ഉള്ളൂ. അപ്പോൾ ആ n എന്താകത്തില്ല? ക്യാൻസൽ ആകത്തില്ല. ക്യാൻസൽ ആയാലും നമുക്ക് ഡിനോമിനേറ്റർ എന്ത് എക്സിസ്റ്റ് ചെയ്യും? n എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായിരുന്നു കണ്ടീഷൻ കിട്ടേണ്ടത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് നമുക്ക് എന്തിടാം? ബി എൻ ബൈ എൻ സ്ക്വയർഡ് ടെൻസ് ടു 0 കിട്ടണം. എപ്പോൾ? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ. നമുക്കിവിടെ എന്ത് കിട്ടിയില്ല? നമുക്കിവിടെ കിട്ടിയത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് കനോട്ട് ബി അപ്ലൈഡ്. എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് കനോട്ട് ബി അപ്ലൈഡ്. മനസ്സിലായി? അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന്? ബി എൻ ബൈ എൻ സ്ക്വയറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ് കിട്ടുക. അതുകൊണ്ട് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻ കിട്ടണം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് ടെൻസ് ടു 0 കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? അടുത്ത നോക്കിയട്ടെ. അടുത്തത് ഡിഫൈൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ആണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ഞാൻ മാത്രം പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയാട്ടെ. x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന നമ്മൾ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ എടുക്കുന്നു. x1, x2, എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്. അപ്പം ഈ റാൻഡം വേരിയബിൾ xn എന്ന് പറയുന്നത് ഈ സെറ്റ് ടു കൺവേർജ് ഇൻ എ പ്രോബബിലിറ്റി. അതായത് x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ എടുക്കുന്നു. അപ്പം ഈ x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിളിനകത്ത് xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുമ്പോൾ അത് കൺവേർജസ് ടു എ പ്രോബബിലിറ്റി. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു എ കോൺസ്റ്റന്റ് തീറ്റ എന്ന് പറയണമെങ്കിൽ മനസ്സിലായോ? x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ എടുക്കുന്നു. ആ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിളിനകത്ത് റാൻഡം വേരിയബിൾ xn എന്ന് പറയുന്ന ഈ സെറ്റ് ടു കൺവേർജ് ഇൻ പ്രോബബിലിറ്റി ടു എ കോൺസ്റ്റന്റ് തീറ്റ എന്ന് പറയണമെങ്കിൽ ആ റാൻഡം വേരിയബിളിനകത്ത് xn എന്ന് പറയുന്ന റാൻഡം വേരിയബിളെ കൺവേർജസ് ടു എ പ്രോബബിലിറ്റി ഇൻ തീറ്റ എന്ന് പറയണമെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഒരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് തീറ്റ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ആണ്. ഈ സിമ്പലിനെ വിളിക്കുന്നത് ഈറ്റ എന്ന് വിളിക്കുന്നു. മനസ്സിലായി? ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഈറ്റ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. അപ്പം ഹൗവർ സ്മോളർ ദാൻ ദേ ക്യാൻ ബി ആസ് ഫൈൻഡ് n0. അതുപോലെ നമ്മൾ ഒരു എൻസ് കണ്ടുപിടിക്കുന്നു. ആ n ഗ്രേറ്റർ ദാൻ n0യും ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ആകുന്നു. അല്ലെങ്കിലോ ഓർ എന്ത് കണ്ടീഷൻ കിട്ടുന്നു? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് തീറ്റ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നു? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/8 കിട്ടുന്നു. ഇതാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ ഞാൻ സ്റ്റഡി മെറ്റീരിയൽ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൺസെപ്റ്റ് ഇതാണ്, മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, അതായത് x1, x2, എക്സെട്ര xn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്. xn ഈ സെറ്റ് ടു കൺവേർജ് ഇൻ എ പ്രോബബിലിറ്റി ടു എ കോൺസ്റ്റന്റ് തീറ്റ എന്ന് പറയണമെങ്കിൽ ആ റാൻഡം വേരിയബിളിനകത്ത് xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ തീറ്റ എന്ന് പറയുന്ന കോൺസ്റ്റന്റിലോട്ട് കൺവേർജ് ആകണമെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ആൻഡ് ഈറ്റ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ആകണം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn മൈനസ് തീറ്റ ലെസ് ദാൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ഈറ്റ ആണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ കൺവേർജസ് ടു എ പോസിറ്റീവ് കൺവേർജസ് ഇൻ എ പ്രോബബിലിറ്റി ടു എ കോൺസ്റ്റന്റ് തീറ്റ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമിൻ വെദർ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ഫോർ ദ സീക്വൻസ് xk ഓഫ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ആസ് ഫോളോസ്. അതായത് താഴെ തന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്താൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? അവിടെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നു തെളിയിക്കണം. ഏത് രീതി ഡിഫൈൻ ചെയ്താലേ? അതായത് പ്രോബബിലിറ്റി ഓഫ് xk ഈക്വൽ ടു എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് xk ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2k എന്നാണെങ്കിൽ അതായത് xkയുടെ വാല്യൂ
പ്ലസ് 2k വന്നാലും എക്സ് കെയുടെ വാല്യൂ മൈനസ് 2k വന്നാലും അതിൻ്റെ പ്രോബബിലിറ്റി 2^2 ബ്രാക്കറ്റിൽ -2k + 1 വരുന്നു. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 0 വരും. പ്രോബബിലിറ്റി ഓഫ് എക്സ് കെ ഈക്വൽ ടു 0 ആകുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 2^-2k എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, അതായത് നമുക്ക് x1 x2 etc. എക്സ് കെ എന്ന് പറയുന്നത് എന്താണ്? എക്സ് കെ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണ്. x1 x2 etc. എക്സ് കെ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്. ആ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് എക്സ് കെയുടെ വാല്യൂ 2^k ആണെങ്കിൽ പ്രോബബിലിറ്റി 2^-2k + 1 വരുന്നു. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് കെയുടെ വാല്യൂ -2^2k ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 2^-2k + 1 വരുന്നു. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് കെയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 2^-2k വരുന്നു. അതായത് എക്സ് കെ എന്ന് പറയുമ്പോൾ എക്സ് കെയുടെ വാല്യൂ നമ്മൾ 3 കേസാണ് എടുക്കുന്നത്. എക്സ് കെയുടെ വാല്യൂ 2^2k വരുന്നു, -2^2k എടുക്കുന്നു, 0 വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് കെ 2^2k ആകുമ്പോൾ 2^-2k + 1 വരുന്നു. -2^2k ആകുമ്പോൾ 2^-2k + 1 വരുന്നു. 0 ആകുമ്പോൾ 2^-2k വരും. ഈ രീതിയിൽ നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യുന്നു? പ്രോബബിലിറ്റിയെ ഡിഫൈൻ ചെയ്താൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യണം. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? bn/n² ടെൻസ് ടു എന്ത് വരണം? 0 വരണം. bn/n² ടെൻസ് ടു 0 ആകണം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? bn/n² ടെൻസ് ടു 0 ആവും ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് എക്സ്പെക്ടേഷനും വേരിയൻസും കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് കെ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് കെ ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2^k ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 2^-2k + 1 വരുന്നു. പ്ലസ് അടുത്ത ടൈം തന്നെ എക്സിൻ്റെ വാല്യൂ -2^2k ആണ്, ഇൻറ്റു 2^-2k + 1 വരുന്നു. പ്ലസ് അടുത്ത എന്താണ്? എക്സിൻ്റെ വാല്യൂ 0 ആണ്, 0 × 2^-2k വരുന്നു. അപ്പോൾ ഇതൊരു പ്ലസ് വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനസ് വാല്യൂ ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകുന്നു. ഇത് 0 × ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂം 0 ആകുന്നു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ ഈക്വൽ ടു 0 വരുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെയുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ വേരിയൻസ് കാണാൻ വേണ്ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെയുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് കെയുടെ സ്ക്വയർ ഇൻറ്റു എന്തൊരു പ്രോബബിലിറ്റി ഓഫ് എക്സ് കെ വരും. അപ്പം എക്സ് കെയുടെ സ്ക്വയർ തന്നെ ആദ്യത്തെ എക്സ് കെയുടെ വാല്യൂ 2^2k ആണ്, അതിൻ്റെ സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി 2^-2k + 1 വരുന്നു. ഓക്കെ, പിന്നെ അടുത്ത എക്സ് കെയുടെ വാല്യൂ -2^2k ആണ്. അപ്പം -2^2k ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറും മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആവും. അപ്പം 2^2kയുടെ സ്ക്വയർ ഇൻറ്റു 2^-2k + 1 വരുന്നു. അടുത്ത വാല്യൂ 0 ആണ്. അപ്പോൾ 0² 0 ആയിപ്പോൾ, അപ്പോൾ ആ ടൈം 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2^2k ഇൻറ്റു 2^-2k + 1 വരുന്നു. പ്ലസ് അടുത്ത ടൈം 2^-2k അല്ലേ? 2^-2k ഇൻറ്റു 2^-2k + 1 വരുന്നു. ഓക്കെ, 2^-2k അല്ലേ? 2^-2kയും 2^-2k -1 വരുന്നു. ഓക്കെ, 2^-2k -1 വരുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2^-2k അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് സെയിം ആകുമ്പോൾ പവർ ആഡ് ചെയ്യുമ്പോൾ 2^-2k -2k + 1 വരുന്നു. ഇവിടെ പ്ലസ് 2^-2k -2k -1 വരുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2^1 നിൽക്കുന്നു, ഇവിടെ പ്ലസ് 2^-1 നിൽക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2^1 - 1 വരുന്നു. 1 - 1 0, 2^0 ഈക്വൽ ടു 1 വരുന്നു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെയുടെ സ്ക്വയർ എന്ന് വരും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെയുടെ സ്ക്വയർ ഈക്വൽ ടു 1 വരുന്നു. ഓക്കെ, അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെയുടെ സ്ക്വയർ വീട്ടിൽ അടുത്ത് നമുക്ക് എന്താണ് പഠിക്കണം? വേരിയൻസ് ഓഫ് എക്സ് കെ. വേരിയൻസ് ഓഫ് എക്സ് കെ എങ്ങനെയാണ്? വേരിയൻസ് ഓഫ് എക്സ് കെ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ അതിൻ്റെ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെയുടെ സ്ക്വയർ മൈനസ് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെ ദ ഹോൾ സ്ക്വയർഡ് വരുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കെയുടെ സ്ക്വയർ 1 ആണ്, മൈനസ് വേരിയൻസ് ഓഫ് എക്സ് കെ 0 ആണ്. അപ്പം 1 - 0 വരുന്നു. 1 - 0 1. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് കെ ഈക്വൽ ടു 1 വരുന്നു. ഓക്കെ,
വേരിയൻസ് ഓഫ് എക്സ് കെ 1 വന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അടുത്ത സ്റ്റെപ്പിൽ ബി എൻ കണ്ടുപിടിക്കാം. ബി എൻ എന്താണ്? ബി എൻ ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ ആണ് ബി എൻ എന്ന് പറയുന്നത്. ഓക്കെ, വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര എക്സ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് എക്സ് ഐ വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് എക്സ് ഐ 1 ആണ്. അപ്പം 1നെ നമ്മൾ n ടൈംസ് എഴുതി കൂട്ടുമ്പോൾ ആൻസർ എത്ര വരും? ബി എൻ ഇസ് ഈക്വൽ ടു n വരുന്നു. ഓക്കെ, ബി എൻ ഇസ് ഈക്വൽ ടു n വന്നാൽ നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിനനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അടുത്ത സ്റ്റെപ്പിൽ ബി എൻ ബൈ എൻ സ്ക്വയർഡ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പം x1 x2 എക്സെട്ര ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർഡ് വരുന്നു. n ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു 1 ബൈ n വരുന്നു. ഓക്കെ, അപ്പം ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡിൻ്റെ വാല്യൂ കാണുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n വരുന്നു. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n, 1 ബൈ ഇൻഫിനിറ്റി അല്ലേ? അപ്പം 1 ബൈ ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു 0 വന്നു. ഓക്കെ, അപ്പം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അവിടെ ആര് ആപ്ലിക്കബിൾ ആണ്? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഈസ് ആപ്ലിക്കബിൾ. ഓക്കെ, അപ്പം ബി എൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് 0 വന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് 0 വന്നു. അപ്പം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഈസ് ഹോൾഡ്. അതായത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആപ്ലിക്കബിൾ ആണെന്നോ നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നോക്കിയട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ദ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഈസ് ട്രൂ ഫോർ ദ മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഓഫ് സൈസ് n ഫ്രം എ പോപ്പുലേഷൻ വിത്ത് ഫൈനൈറ്റ് മീൻ ഓഫ് വേരിയൻസ്. അതായത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ട്രൂ ആയിരിക്കും ആരുടെ കേസിൽ? മീൻ ഓഫ് എ റാൻഡം സാമ്പിളിൻ്റെ സൈസ് n ആണ്, ഫ്രം എ പോപ്പുലേഷൻ വിത്ത് ഫൈനൈറ്റ് മീനും ഫൈനൈറ്റ് വേരിയൻസും ഉള്ള കേസിൽ അവിടെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ട്രൂ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ സാമ്പിളായിട്ട് നമ്മൾ ആരെടുക്കുന്നു? x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു? സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. ഇതെന്ത് സാമ്പിളാണ്? ഇറ്റ് ഈസ് എ റാൻഡം സാമ്പിൾ അല്ലേ? നമ്മുടെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എടുക്കുന്ന സാമ്പിളാണിത്. അപ്പോൾ ഇറ്റ് ഈസ് എ റാൻഡം സാമ്പിളാണ്. ഈ റാൻഡം സാമ്പിൾ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ഫ്രം ദ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എന്താണ്? റാൻഡം സാമ്പിളാണ്. ഈ റാൻഡം സാമ്പിൾ എവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു? പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ഈക്വൽ ടു മ്യൂ ആണ്. അതേപോലെ അതിൻ്റെ വേരിയൻസ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു സിഗ്മ സ്ക്വയർഡ് ആണ്. ഓക്കെ, അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ മീൻ മ്യൂ ആണ്, വേരിയൻസ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു സിഗ്മ സ്ക്വയർഡ് ആണ്. അപ്പം ഇതെന്താണ്? മീനും വേരിയൻസ് ഓഫ് ദ പോപ്പുലേഷൻ ആണ്. അപ്പം ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ഈക്വൽ ടു മീൻ മ്യൂ, ഇതിപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ഈക്വൽ ടു മ്യൂ കിട്ടി, അതെന്താണ്? മീൻ ആണ്. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർഡ് കിട്ടി, അതെന്താണ്? വേരിയൻസ് ആണ്. ആരുടെയാണ്? ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ മീനും വേരിയൻസുമാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ കിട്ടിയതും അതുപോലെ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർഡ് കിട്ടിയതും. അപ്പം നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് പറയുന്നത് ഈ വേരിയബിൾസ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എസ് എന്നിനെ എങ്ങനെ എടുക്കാം? എസ് എൻ ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എസ് എൻ എന്ന് എടുക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എസ് എൻ എന്തൊരും? എക്സ്പെക്ടേഷൻ ഓഫ് എസ് എൻ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ വരുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ വരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x1 പ്ലസ് expectation of x2 plus etc plus expectation of xn expectation of x1 plus x2 plus etc plus expectation of xn വരുന്നു. ഓരോ എക്സ്പെക്ടേഷൻ്റെ വാല്യൂ എത്രയാണ്? മ്യൂ ആണ്. അങ്ങനെ എത്ര മ്യൂ ഉണ്ട്? n മ്യൂ ഉണ്ട്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xn ഈക്വൽ ടു n മ്യൂ വരും. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എസ്എന്നിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? mn എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എസ്എൻ ഈക്വൽ ടു n മ്യൂ ആണ്. n മ്യൂ ഇസ് ഈക്വൽ ടു mn കിട്ടി. അപ്പോൾ നമുക്ക് എന്നിട്ട് mn ഇസ് ഈക്വൽ ടു വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അനുസരിച്ച് mn ഇസ് ഈക്വൽ ടു n മ്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് bn കണ്ടുപിടിക്കാം. bnനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? bn ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആയിരിക്കും. വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ആണ് bn എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n വേരിയൻസ് ഓഫ് xi ആയിരിക്കും. നമ്മുടെ വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് എത്ര വന്നിരിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് നമ്മൾ
സിഗ്മ സ്ക്വയർഡ് കണ്ടുപിടിച്ച് വെച്ചു അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n സിഗ്മ സ്ക്വയർഡ് വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ് ഇല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n സിഗ്മ സ്ക്വയർഡ് വരുന്നു ബി എന്നിൻ്റെ വാല്യൂ. ബി എൻ ഈക്വൽ ടു n സിഗ്മ സ്ക്വയർഡ് ആണെങ്കിൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻ വരണം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് എന്തായിരിക്കണം? ഈ ടെൻസ് ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബി എൻ ബൈ എൻ സ്ക്വയർഡ് കാണാം. ഓക്കെ, അപ്പം ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു തന്നെ ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു എൻ സിഗ്മ സ്ക്വയർഡ് എ ബൈ എൻ സ്ക്വയർഡ് വരുന്നു. ഓരോ n വീതം ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എന്തിനും സിഗ്മ സ്ക്വയർഡ് എ ബൈ എൻ വരുന്നു. ഓക്കെ, അപ്പം ബി എൻ ബൈ എൻ സ്ക്വയർഡ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർഡ് ബൈ എൻ ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് കാണുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ സ്ക്വയർഡ് എ ബൈ എൻ വരുന്നു. ആ n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി ആണ്. 1 ബൈ ഇൻഫിനിറ്റിയുടെ വില എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് ലിമിറ്റ് n ടെൻസ് ടു ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് 0 ആയതുകൊണ്ട് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്താ പറയാം? പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എസ് എൻ ബൈ എൻ മൈനസ് എം എൻ ബൈ എൻ, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എസ് എൻ ബൈ എൻ മൈനസ് എം എൻ ബൈ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ടെൻസ് ടു 0 ആയിരിക്കും. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഈസ് ട്രൂ ഫോർ എക്സ് ബാർ. എക്സ് ബാറിൻ്റെ കേസിൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ട്രൂ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് എക്സാമിന് മെയിനായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് കണ്ടീഷൻ പ്രൂവ് ചെയ്യണം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ബൈ എൻ സ്ക്വയർഡ് ടെൻസ് ടു 0 എന്ന് തെളിയിക്കണം. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ. ഓക്കെ ആണല്ലോ. ഓക്കെ.